നമസ്കാരം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ എല്ലാ പ്രകാരത്തിലും അബദ്ധങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരും. ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ വർദ്ധിക്കുന്നത് വഴി 2-3 ദിവസങ്ങളിൽ അധിക ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളിലും അവധി ദിനങ്ങളിലും പ്രവൃത്തി മണ്ഡലങ്ങളിൽ ഏർപ്പെടേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. തന്മൂലം മാനസികമായിട്ടുള്ള വിഭ്രാന്തി വർദ്ധിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടി വരുന്നത് വഴി ദേഹക്ഷീണം വർദ്ധിക്കും. ഒരു കാര്യവും വേണ്ട വിധത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. നിശ്ചയിച്ച കാര്യങ്ങൾക്ക് വ്യതിചലനം വന്നു ചേരും. വാഗ്വാദങ്ങളിൽ നിന്നും പിന്മാറണം. പണം കടം കൊടുക്കുന്നത് ആവുന്നതും ഒഴിവാക്കണം. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് അബദ്ധമായി തീരും. വാഹനോപയോഗം പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. എല്ലാ പ്രകാരത്തിലും അബദ്ധങ്ങളും അനിഷ്ടങ്ങളും ചോതി നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളോടുകൂടി ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയും വളരെ ഗുരുകാരണവന്മാരൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയും അവലംബിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പരിധിവരെ അനിഷ്ടാവസ്ഥകളെ പരിഹരിച്ച് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള യോഗമുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അന്തിമ നിമിഷത്തിൽ പ്രവേശനം ലഭിക്കും. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ അഭൂതപൂർവമായ വളർച്ച അനുഭവപ്പെടും. സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകളെല്ലാം പരിഹരിക്കുന്നത് വഴി കടം വാങ്ങുവാനുള്ള സാഹചര്യത്തിൽ നിന്നും ചോതി നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ പിന്മാറുവാനുള്ള യോഗവും കാണുന്നുണ്ട്. നമസ്കാരം.